പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ ജ്വല്ലറി പോയതിന് ശേഷം ആദർശ് തിരിച്ചു വന്നു. അന്നേരം അവിടെ വെച്ച് അബിയെയും നബിയും കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം നയനിക്കൊരു സംശയം, പണ്ട് അബി കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറി വഴി വിറ്റതാണല്ലോ, ഇനി ആ സ്വർണം കൊടുത്തത് എൻ ജ്വല്ലറിക്കാരാണോ എന്ന്. എന്തായാലും ആ സംശയം ആദർശനുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ ഈ വേഷത്തിൽ എന്നെ തിരിച്ചറിഞ്ഞില്ല, അതുകൊണ്ട് ഇനി പോകുമ്പോഴും ഈ വേഷം തന്നെ മതിയെന്ന് തീരുമാനിക്കുന്നു. പിന്നെ കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട്, ഇത്രയും കാലം നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്തിരുന്നത് ഈ കുടുംബത്തിലുള്ളവർ തന്നെയാണ്, അതുകൊണ്ടാണ് ആദർശം മാറിയപ്പം ആ സ്ഥാനത്തേക്ക് നീ വരണം എന്ന് ഞാൻ തീരുമാനിച്ചത്, നീ തന്നെയാണ് ഇനി കമ്പനിയെ നയിക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. ഇതറിയുന്ന നവ്യയ്ക്ക് ദേഷ്യം വരുന്നു. നവ്യ അബിയോട് പറയുവാണ്, കുറച്ച് ദിവസത്തേക്ക് അധികാരം കിട്ടിയപ്പോഴേ നിന്നെ അവിടുന്ന് പുറത്താക്കിയവനാണ് അനി, അവനാണ് ഇനി സ്ഥിരമായിട്ട് MD കസേരയിലേക്ക് കയറാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല നവ്യയ്ക്കത്, അതിലേറെ വിഷമമുണ്ട് അബിക്കും. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ആദർശിൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് അനി ആദർശിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. കാലുതൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചാണ് MD കസേരയിലേക്ക് ഇരിക്കാനായിട്ട് പുറപ്പെടുന്നത്.